إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أولئك يسارعون في الخيرات وهم لها سابقون ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق وهم لا يظلمون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീ മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ രോഗികളായ മരണത്തെ പ്രതീക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തത്. എന്നാൽ ഇന്ന് രോഗികളോട് സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇബാദത്തുകൾക്ക് രണ്ട് തലങ്ങളുണ്ട്. അതിലൊന്നാണ് സാമൂഹ്യ തലം. അതിലേറ്റവും പ്രധാനമാണ് രോഗസന്ദർശനമെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനത്തിലൂടെ രോഗിക്കും സന്ദർശനം നടത്തുന്ന വ്യക്തിക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആഇദുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുന്നവൻ ഫീ മഖ്റഫത്തിൽ ജന്ന ഹത്താ യർജിഅ, അവൻ മടങ്ങുന്നത് വരെ സ്വർഗപാതയിലാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മഖ്റഫത്ത് എന്ന് പറഞ്ഞാൽ അത്വരീഖുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഒരാൾ രോഗിയെ സന്ദർശിച്ച് വരുമ്പോൾ അയാൾ സ്വർഗത്തിന്റെ തോപ്പിലാണ്. എത്ര സമയമാണോ രോഗിയുടെ കൂടെ അയാൾ ചെലവഴിക്കുന്നത് അത്രയും സമയം സ്വർഗത്തിലെ കായ്കനികൾ പറിക്കുന്നവനെ പോലെ അവനായിരിക്കുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രോഗസന്ദർശനത്തിന്റെ ഫളില് പറയാണ്. മാത്രമല്ല, രോഗിയെ സന്ദർശിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്താ അറിയോ? കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതാണ്? ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്.
ഒരു രോഗസന്ദർശനത്തിലൂടെ രോഗിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അയാളുടെ മനസ്സിനുള്ള സന്തോഷമാണ്. അത് അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തനമാണ് രോഗസന്ദർശനത്തിലൂടെ സാധ്യമാകുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു കാര്യമുണ്ട്. ഇയാദത്തുൽ മരീദ് മിനത്വാആത്ത്. രോഗസന്ദർശനം എന്ന് പറയുന്നത് വലിയ പുണ്യം കിട്ടുന്ന നന്മയാണ്, ഇബാദത്താണ്. വറഖബ ഫീഹി, അത് ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. മാത്രമല്ല അൽ അളീമത്തൽ അജ്ർ, ധാരാളം പ്രതിഫലവും അതിന് പറഞ്ഞതായി നമുക്ക് കാണാമെന്ന് രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ രോഗസന്ദർശനത്തിലൂടെ വലിയ പ്രതിഫലം നമുക്ക് നേടാൻ പറ്റുമെന്നാണ് ഹദീസുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, രോഗസന്ദർശനം നടത്തുന്നവൻ സ്വർഗത്തിന്റെ പാതയിലാണ്. രോഗസന്ദർശനം നടത്തുന്നവൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നത്. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ. സഹാബിമാർ നമ്മളെ പഠിപ്പിക്കാൻ നബി തങ്ങൾ ഞങ്ങളെ 7 കാര്യങ്ങൾ കൽപ്പിച്ചു. അതിലൊന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞെന്താ അറിയോ? അമറന, ഞങ്ങളോട് കൽപ്പിച്ചത് ബിഇയാദത്തിൽ മരീൽ, നിങ്ങൾ രോഗിയെ സന്ദർശിക്കണം. 7 കാര്യങ്ങൾ, 7 നന്മകൾ ഞങ്ങളോട് കൽപ്പിക്കുകയാണ്. അതിലൊന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് നിങ്ങൾ രോഗികളെ സന്ദർശിക്കണമെന്നാണ്. 4ാമത്തെ പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഖൗലിയ, 2 ഫിഅലിയ. പ്രവാചകൻ വാക്കുകളിലൂടെ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച് കാണിച്ചു തന്ന് പഠിപ്പിച്ചു തന്ന ഫിഅലിയായ സുന്നത്തുകൾ. ഈ 2 സുന്നത്തുകളുടെ കൂട്ടത്തിലും പെടുന്നൊരു ഇബാദത്താണ് രോഗസന്ദർശനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, അത്ഇമുൽ ജാഇ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. വഊദു അൽ മരീല, രോഗികളെ നിങ്ങൾ സന്ദർശിക്കണം. വഫുക്കു അൽ ആനി, ബുദ്ധിമുട്ടുന്നവന്റെ പ്രയാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മാറ്റിക്കൊടുക്കണം, ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി, രോഗസന്ദർശനം എന്നത് സുന്നത്തുൻ ഖൗലിയ, പ്രവാചകന്റെ വാക്കുകളിലൂടെ പഠിപ്പിച്ചെന്നൊരു സുന്നത്താണ്. മാത്രമല്ല, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഏറ്റവും അവസാനത്തെ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മരിൽതു മറദൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ രോഗിയായി കിടന്നു. ഫഅതാനി റസൂലുള്ളാഹ്, അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിച്ചു. പ്രവാചകന്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തു രോഗസന്ദർശനം. എന്നിട്ട് എന്തു പറയണം, എന്തു പറയരുത്, എങ്ങനെ സംസാരിക്കണം എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട സ്വഹാബിമാർക്ക് രോഗസന്ദർശനത്തിലൂടെ സന്ദർശിച്ച് മാതൃക കാണിച്ചു കൊടുത്തു. അങ്ങനത്തെ ഒരു സുന്നത്ത് കൂടെയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. 5ാമത്തെ പോയിന്റ്, മുസ്ലിങ്ങൾക്ക് പരസ്പരം 6 ബാധ്യതകളുണ്ട്. അതിൽ 6 ബാധ്യതകൾ എണ്ണുന്നതിൽ ഒരു ബാധ്യതയായി പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? ഫഇദാ മരിള ഫഉദ്ഹു, നിന്റെ മുസ്ലിമായ സഹോദരൻ രോഗിയായി കിടന്നാൽ അവനെ നീ സന്ദർശിക്കണം. അതൊരു സാമൂഹ്യ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 6ാമത്തെ പോയിന്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഒരു ദീർഘമായ ഒരു ഹദീസിലൂടെ, ഖുദ്സിയായ ഹദീസിലൂടെ. എന്താ പറയുന്നത്? ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് എല്ലാ മനുഷ്യരെയും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടി അവിടെ അള്ളാഹു പറയുന്നൊരു വാചകമുണ്ട്. എന്താണ്? യബ്ന ആദം, മനുഷ്യരെ, മരിൽതു, ഞാൻ രോഗിയായി കിടന്നു, ഫലം തഉദിനി, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ഉടനെ തന്നെ ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കും, യാ റബ്ബി കൈഫ അഊദുക അൻത റബ്ബുൽ ആലമീൻ, നീ ലോകത്തിന്റെ രക്ഷിതാവാണ്, ഞങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവെ നിന്നെ സന്ദർശിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് തിരിച്ചു പറയുന്ന മറുപടി എന്താ അറിയോ? അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ്, ഇന്നാൽ ഇന്ന സ്ഥലത്ത് എൻ്റെ ഒരു അടിമ രോഗിയായി കിടന്നു, നല്ല കഷ്ടപ്പാടായിരുന്നു, പ്രയാസമായിരുന്നു, നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. ഫലം തഉദ്, നീ സന്ദർശിച്ചില്ല. നിനക്ക് സന്ദർശിക്കാനുള്ള എല്ലാ സൗകര്യവും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ അവനെ പോയിട്ട് കണ്ടില്ല, അവനെ സന്ദർശിച്ചില്ല. എന്നിട്ട് പറയാണ്, അമാ അലിംത്, നീ അറിയണം, അന്നക ലൗ ഉത്ത, നീ എങ്ങാനും ആ രോഗിയായി കിടക്കുന്ന ആ മനുഷ്യനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ,
ലവജത്തഹു ഇന്ദ, അവന്റെ അടുത്ത് എന്നെ കാണായിരുന്നു എന്ന് പറഞ്ഞാൽ ലവജത്തഹു ഇന്ദഹു കറാമത്തി വ സവാബി, എന്റെ പ്രതിഫലം നിനക്ക് അവിടെ കാണാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇത് തമാശയായിട്ട് കണ്ടല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു 7ാമത്തെ പോയിന്റ് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ആദ മരീദൻ, ഒരാളൊരു രോഗിയെ സന്ദർശിച്ചു, എന്നിട്ട് ലം യസൽ യഖൂദു ഫിർ റഹ്മ, അവൻ കാരുണ്യത്തിലായിക്കൊണ്ടേയിരിക്കും. അയാൾ കാരുണ്യത്തിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, പടച്ചോന്റെ കാരുണ്യമില്ലാതെ, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ അള്ളാന്റെ കാരുണ്യം നമുക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് രോഗസന്ദർശനം. ഒരു രോഗീനെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഹത്താ യജിലിസ, അവന്റെ അടുത്ത് ഇരിക്കുന്നത് വരെ. ഇനി അടുത്ത വാചകം എന്താ അറിയോ? ആ രോഗീന്റെ അടുത്ത് ചെന്നിട്ട് ഫ ഇദാ ജലസ, ആ രോഗീന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഇരുന്നാൽ യഗ്തമ സഫീഹ, ആ കാരുണ്യം നമ്മളെ പൊതിയും. സുബ്ഹാനല്ലാഹ്. ഇത് രോഗസന്ദർശനത്തിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന മേന്മകളും നന്മകളും ശ്രേഷ്ഠതകളുമാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മറക്കരുത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, രോഗീന്റെ അടുത്ത് ഒരാൾ ഇരുന്നു, അയാളെ കാരുണ്യം കൊണ്ട് പൊതിയാണ്. അപ്പോ ഒരു സഹാബി നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, അപ്പൊ ആ രോഗസന്ദർശനത്തിന് വരുന്ന വ്യക്തിക്കാണല്ലോ ഇതൊക്കെ കിട്ടുക, അപ്പൊ രോഗിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുഹത്തു അൻഹു ദുനൂബ, അവന്റെ പാപങ്ങളൊക്കെ, ആ രോഗീന്റെ പാപങ്ങളൊക്കെ പടച്ചോൻ എന്ത് ചെയ്യും? അവന് പുറത്തു കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അത് വളരെ പ്രധാനമാണ്. ഇനി 7ാമത്തെ പോയിന്റ് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഗുദുവ, ഒരാൾ പ്രഭാതത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്, ഇല്ലാ സ്വല്ല അലൈഹി സബൂന അൽഫ മലക്കിൻ അത്താ യുംസിഹ, വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. രാവിലെ നമ്മുടെ അയൽവാസിയായ ഒരു രോഗീനെ നമ്മൾ സന്ദർശിക്കുകയാണ്, 70,000 മലക്കുകൾ സന്ദർശിച്ച സമയം മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇൻ ആദഹു അശിയതൻ, ഒരാൾ വൈകുന്നേരമാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, ഇല്ലാ സ്വല്ല അലൈഹി സബൂന അൽഫ മലക്കിൻ അത്താ യുസ്ബിഹ, പ്രഭാതം വരെയും 70,000 മലക്കുകളുടെ പ്രാർത്ഥന നമുക്കുണ്ട്. കുല്ലുഹും യസ്തഗ്ഫിറു ലഹും അത്താ യുംസിയ, വൈകുന്നേരം വരെ അവന് വേണ്ടി ആ മലക്കുകൾ ഇങ്ങനെ പൊറുക്കലിനെ തേടും. അല്ലാഹുവേ, അവന് പുറത്തു കൊടുക്കണേ അല്ലാ, അവന് പുറത്തു കൊടുക്കണേ അല്ലാ. നമുക്ക് വേണ്ടി ഇങ്ങനെ പടച്ചോനോട് മലക്കൾ 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മറന്നുപോകരുത്. രോഗസന്ദർശനത്തിൽ നമ്മുടെ നിയ്യത്ത് നന്നാക്കാൻ ഈ ഫദ്ല് മാത്രം ആലോചിച്ചാൽ മതി. 8ാമത്തെ പോയിന്റ് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ആദ മരീലൻ, ആരെങ്കിലും ഒരാൾ രോഗിനെ സന്ദർശിച്ചാൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, കാന ളാമിനൻ അലല്ലാഹ്, അവന് അള്ളാഹു മതിയായവനാണ്, അള്ളാഹുവിന്റെ സംരക്ഷണം അവനുണ്ട്, അവന്റെ കാര്യം അള്ളാഹ് ഏറ്റെടുത്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേറെ ഹദീസിൽ, ഈ ഹദീസിന്റെ ബാക്കി എന്താ അറിയോ? വറജുലുൻ ദഖല ബൈതഹു ബിസലാമിൻ, ഒരാൾ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അവന്റെ സംരക്ഷണവും അള്ളാഹു ഏറ്റെടുത്തു. വീട്ടിൽ കയറുമ്പോൾ സലാം പറയാ, അസ്സലാമു അലൈക്കും എന്ന് പറയാ. ഇനി വീട്ടിൽ ആരും ഇല്ലെങ്കിലും സലാം പറഞ്ഞിട്ട് വീട്ടിൽ കയറുക, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അത് വളരെ പ്രധാനമാണ്. ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ അവന് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 9ാമത്തെ പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ, നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് എന്താ പറയേണ്ടത്? നിങ്ങൾ എന്തു പറയണം, എന്തു പറയരുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഒരിക്കലും മോശപ്പെട്ടതൊന്നും അവിടുന്ന് പറയരുത്. ശാപവാക്കുകൾ ഒരിക്കലും നിങ്ങളുടെ നാവെന്ന് വരരുത്. പടച്ചോന് വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്കും നിങ്ങൾ പറയരുത്. അവിടെ നിങ്ങൾ എന്ത് പറയണം? ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത്ത്, ഒരു മയ്യത്തിന്റെ അടുത്ത് വെച്ച്, ഒരു രോഗിയുടെ അടുത്ത് വെച്ച്, ഫഖൂലു ഖൈറ, നല്ലതേ നിങ്ങൾ പറയാവൂ. കാരണം ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് രോഗിന്റെ അടുത്ത് വെച്ച് പറയുമ്പോൾ നിങ്ങൾ നല്ലതേ പറയാവൂ. ഒരു മയ്യത്തിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നല്ലതേ പറയാവൂ. കാരണം മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന്
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. 9 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. രോഗസന്ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന 9 നേട്ടങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നന്മകൾ നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നെഞ്ചേറ്റി ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും ക്രമീകരിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത് രോഗസന്ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, രോഗസന്ദർശനത്തിലൂടെ നമുക്ക് വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. അതിലൊന്ന്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു രോഗീനെ നമ്മൾ കാണുമ്പോൾ, അല്ലാഹുവേ, ആ രോഗം എനിക്ക് തന്നില്ലല്ലോ, എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരം, എൻ്റെ അവയവങ്ങൾ അത് ആരോഗ്യദായകമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, അത് മനസ്സിലാക്കി അള്ളാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്യാനും ഹംദ് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉഊദു അൽ മരീദ, നിങ്ങളിടക്ക് രോഗം ബാധിച്ച മനുഷ്യന്മാരൊക്കെ ഒന്ന് കാണാൻ പോകണം. എന്തിനാ പോകുന്നത്? തുദക്കിറുക്കുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി തരും. രോഗികളെ നിങ്ങൾ സന്ദർശിക്കണം, ജനാസ നിങ്ങൾ അനുഗമിക്കണം. എന്തിനാണത്? തുദക്കിറുക്കുമുൽ ആഖിറ, അത് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അത്തരം രോഗികളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ സന്ദർശിക്കണം. അത് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും നമ്മുടെ ഹൃദയത്തിൽ പച്ചയായി നിലനിർത്താൻ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മാത്രമല്ല, രോഗിയെ സന്ദർശിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന 10ാമത്തെ നേട്ടം എന്താ അറിയോ? സ്വർഗം കിട്ടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ അതാരെങ്കിലും ചെയ്താൽ അവനെ സ്വർഗത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതെന്താണത്? 1, മൻ ആദ മരീദ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ, വശഹിദ ജനാസ, ഒരാൾ ജനാസയെ അനുഗമിച്ചാൽ, വസാമ യൗമൻ, ഒരാൾ സുന്നത്ത് നോമ്പെടുത്താൽ, വറാഹ ഇലൽ ജുമഅ, ഒരാൾ ജുമഅക്ക് നേരത്തെ പുറപ്പെട്ടാൽ, വഅതക റഖബ, അയാൾ ഒരു അടിമയെ മോചിപ്പിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതബല്ലാഹു മിൻ അഹ്ലിൽ ജന്ന, അവനെ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ എണ്ണിയിരിക്കുന്നു. ഒരു പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഹദീസാണ്, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് സുന്നത്ത് നോമ്പെടുത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെന്ന് പറയുന്നുണ്ട്, ഞാനുണ്ട് നബിയെ. ഈ 4 കാര്യങ്ങളെക്കുറിച്ചും പറയുന്നിടത്ത് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ഈ 4 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്ത് പ്രവേശിച്ചു. സ്വർഗമാണ് നമ്മുടെ സ്വപ്നം, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അത് സാക്ഷാത്കരിക്കാൻ ഉപയോഗപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നന്മകളാണ് നമ്മളിവിടെ പഠിച്ചത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരിക്കൽ പ്രവാചകൻ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, രോഗിയെ ഒരാൾ സന്ദർശിച്ചു, അതല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തി, വിളിച്ചു പറയുന്ന മലക്കുകൾ വിളിച്ചു പറയും, നിങ്ങൾ നല്ലത് ചെയ്തു, നിങ്ങൾ നടത്തി, നിങ്ങൾ നന്നാക്കി. അടുത്ത വാചകം എന്താ അറിയോ? വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളൊരു വീട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഒരു രോഗസന്ദർശനത്തിലൂടെ സ്വർഗത്തിലൊരു വീട്. ഈ ഹദീസുകളും ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? കുറഞ്ഞ അമല് ധാരാളം പ്രതിഫലം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിലാണ് ഈ ഹദീസുകളും ഈ ആയത്തുകളുമൊക്കെ എടുത്തു കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ്. നിങ്ങൾ കുറച്ച് ചെയ്താൽ മതി, പടച്ചോൻ കുറേ തരും. കുറച്ചൊന്ന് ചെയ്താൽ മതി, ധാരാളം പ്രതിഫലം അള്ളാഹു തരും.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ഉദാഹരണം എന്ന കാര്യം നമ്മൾ മറക്കരുത്. പിന്നെ സന്ദർശനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. സന്ദർശിക്കുമ്പോൾ ഞാൻ രോഗിയെ സന്ദർശിക്കുകയാണ്, അപ്പം എന്താണ്, അള്ളാഹുവിൻ്റെ കൂലി മാത്രമായിരിക്കണം. അല്ല, ഞാൻ പോയില്ലെങ്കിൽ പിന്നെ എന്നെ വന്ന് സന്ദർശിച്ചാണ്, അതുകൊണ്ട് ഞാൻ പോയില്ലേ മോശമാവുമല്ലോ എന്ന് വിചാരിച്ച് പോകരുത്. അതിന് കൂലി കിട്ടില്ല അല്ലേ? ഞാൻ പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് എന്താണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ ബാധ്യതയാണ് അവനെ സന്ദർശിക്കുക എന്നുള്ളത്. ഒരു മുസ്ലിമായ നിലയിൽ എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ പോകുന്നതെങ്കിൽ, പടച്ചോന്റെ പേരിലാണെങ്കിൽ അള്ളാന്റെ പേരിലാണ് അയാൾ സന്ദർശിക്കുന്നതെങ്കിൽ അയാൾക്ക് വലിയ പുണ്യമാണ്. ഈ പുണ്യങ്ങളൊക്കെ അയാൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പുണ്യങ്ങൾ അറിഞ്ഞ് പുണ്യങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ എല്ലാത്തിലും അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رب.